പ്രധാനപ്പെട്ട കേസ് ഇപ്പോൾ വന്നിരിക്കുന്നതും ഡോക്ടർ റാമിനെ പ്രതിയാക്കിയിരിക്കുന്നു. കിട്ടാവുന്ന വിവരങ്ങൾ വെച്ച് നമ്മുടെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ ഇതൊരു സന്നി പറഞ്ഞതുപോലെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡറാണ് എന്ന് നമുക്ക് സാമാന്യമായി പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ ഇതൊരു ആത്മഹത്യയല്ല, കൃത്യമായൊരു മർഡറാണ് എന്ന നിഗമനത്തിലെത്താനുള്ള തെളിവുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഇക്കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന, അന്വേഷണം നടത്തുകയും കഴിയുമെങ്കിൽ ലീഗൽ ടീമിനെ ചുമതലപ്പെടുത്തുകയും അതേ സംബന്ധിച്ചൊരു ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം മുന്നനുഭവങ്ങളിൽ പലപ്പോഴും കേസ് നമ്മളെ വലിയ മൂവ്മെൻറ്റ് നടത്തും, കേരളത്തിൽ മുഴുവൻ മാനസികമായി കുടുംബത്തോടൊപ്പമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ലീഗൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ നമ്മൾ പരാജയപ്പെടുത്തും. കൊലപാതകം ആത്മഹത്യയാകും, അതിനുള്ള കുറ്റപത്രം കൊടുക്കും, ആ കുറ്റപത്രം ട്രയൽ ചെയ്യും, പ്രതികൾ രക്ഷപ്പെടും. അട്ടപ്പാടി മധുവിൻ്റെ കേസിൽ സംഭവിച്ചതാവാം. ഞാനിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈ കാര്യത്തിൽ നേരത്തെ അംബുജാഷൻ്റെ ഓപ്പണിംഗ് സ്പീച്ചിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനത് ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അന്ന് ഈ സംഭവം നടക്കുമ്പോൾ പ്രിൻസിപ്പൽ മൊഴി കൊടുക്കുന്നത് ആത്മഹത്യയൊന്നും പറയുന്നില്ല, വീണ് കിടക്കുന്നത് കണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൊഴി എഫ്ഐആർ പത്രം. ആരും കുട്ടി ചാടുന്നത് കണ്ടിട്ടില്ല, വീണ് കിടക്കുന്നിട്ട് ആരെങ്കിലും എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് 3:45 മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുന്നു. 6 മണിക്ക് ശേഷം മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിന് മർമ്മപ്രധാനമായ വിഷയം, ഈ കുഞ്ഞ് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്റ്റാഫ് റൂമിലേക്ക് പോയതിന് ശേഷം സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഉച്ചയ്ക്ക് 1:28 ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പുറത്തു പോകുന്നത് ഏക വ്യക്തി ഡോക്ടർ റാമാണ്, അതും 1:28 ഇത് CCTV ദൃശ്യങ്ങളുടെ വിശകലനത്തിലൂടെ ഇപ്പോൾ നടന്നിരിക്കുന്ന ജാമ്യം നിഷേധിക്കുന്ന സെഷൻസ് കോടതിയുടെ വിശകലനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്തിച്ചേരാൻ ഈ 1:28 താഴെ വീഴുന്നു എന്ന് പറയുന്ന 10 മിനിറ്റ് ഇടവേളയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ആ 10 മിനിറ്റിനുള്ളിൽ ഒന്നുകിൽ കുഞ്ഞിനെ കൊന്നു തറയിൽ വലിച്ചെറിഞ്ഞതാകാം, ഭീകരമായ മർദ്ദനത്തിന് ശേഷം പുറത്തേത നിലയിൽ ഉന്തിയിട്ടതാകാം. ഇതിനൊക്കെയാണ് സാധ്യത. എന്തായാലും ആ 10 മിനിറ്റിനുള്ളിൽ നടന്ന കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇപ്പോൾ പോലീസ് പോയിട്ടില്ല. എൻ്റെ ആവശ്യമില്ല, കാരണം ആത്മഹത്യയാണല്ലോ. ഇത് പ്രധാനപ്പെട്ട ഒരു